വളർച്ചയുടെ അത്യുന്നതയിലേക്കുള്ള ഈ യാത്രകൾക്കിടയിൽ ചില ആഘാതങ്ങൾ അദ്ദേഹത്തെ കാത്തിരുന്നു. രാജൻ പിള്ളയുടെ സ്വപ്നതുല്യമായ നേട്ടങ്ങളിൽ അസ്വസ്ഥത പൂണ്ടവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പഴയൊരു ആത്മസുഹൃത്തുണ്ടായിരുന്നു. സാക്ഷാൽ മുഹമ്മദ് അലി ജിന്നയുടെ കൊച്ചുമകനും ഇന്ത്യയിലെ ബിസിനസ് പ്രമുഖനുമായ നെസ്ലെ വാഡിയ. റോസ് ജോൺസനെ പരിചയപ്പെടുന്നതിന് മുൻപ് രാജന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ബോംബെ ഡൈയിങ് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ ഉടമയായ നെസ്ലെ വാഡിയ. ബ്രിട്ടാനിയയിൽ അദ്ദേഹത്തിനും ഒരു കണ്ണുണ്ടായിരുന്നു. രാജനോട് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ റോസ് ജോൺസനോടൊപ്പം ചേർന്നുള്ള രാജന്റെ ഓപ്പറേഷൻ നെസ്ലെ വാഡിയയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു. ഈ ഡീലിൽ രാജൻ പിള്ള തന്നെ വഞ്ചിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അതോടെ നെസ്ലെ വാഡിയയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായി രാജൻ പിള്ള മാറി. ആ ഉത്തരേന്ത്യൻ വ്യവസായിയുടെ ഉള്ളിൽ പക നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. രാജൻ പിള്ളയുടെ സാമ്രാജ്യം തകർക്കാൻ ഒരു അവസരം നോക്കി നടന്നിരുന്ന നെസ്ലെ വാഡിയയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. തങ്ങൾക്ക് തൊടാനാകാത്ത ഉയരങ്ങളിലേക്കാണ് രാജന്റെ കുതിപ്പ്. ഇനിയും വൈകിക്കൂടാ. രാജനെതിരായുള്ള നീക്കങ്ങളുടെ കുന്തമുനയായി വാഡിയ തിരഞ്ഞെടുത്തത് രാജന്റെ ആത്മമിത്രമായിരുന്ന റോസ് ജോൺസനെ തന്നെയായിരുന്നു. ആത്മമിത്രങ്ങളായിരുന്ന നെസ്ലെ വാഡിയയും റോസ് ജോൺസണും രാജൻ പിള്ളയുടെ ശത്രുക്കളായി മാറിയതെങ്ങനെയാണ്? രാജനെ തകർക്കാനായി എന്ത് പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്? മുഴുവൻ കഥയും കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.